ശരിയാവില്ല മോനെ. മൂസിന പുറത്തത്തെ ഭക്ഷണമൊന്നും കഴിച്ച് ശീലമില്ലാത്ത കുട്ടിയല്ലേ. ഓക്കിനി പുറത്തു പോയാൽ അതൊന്നും കഴിക്കാൻ കഴിയൂല. അങ്ങനെ മൂസിന ചോറ് കഴിക്കാൻ തുടങ്ങി. മതി മൂസിന കഴിച്ചത്, എനിക്ക് വേഗം റെഡിയാവ്. അത് ശരിയാവില്ല മോനെ, അവളിപ്പോൾ ഇരുന്നിട്ടല്ലേ ഉള്ളൂ, അവള് കഴിക്കട്ടെ. ഇല്ല ഉമ്മ, ടൈമില്ല. മൂസിനക്ക് ഒന്നും കഴിക്കാൻ തന്നെ പറ്റാതെയായി. അവൾക്കാകെ ഒരു ബേജാറും പേടിയും ഒക്കെ വന്നു തുടങ്ങി. പടച്ചോനെ, എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, യാതൊരുവിധ അറിവും എനിക്കില്ലല്ലോ റബ്ബേ. ഇന്ന് രാവിലെ പോകുമ്പോൾ ഇക്ക ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും എന്നോട് പറഞ്ഞില്ല. ഇപ്പോൾ പെട്ടെന്ന് വന്ന് ടൂറ് എന്നൊക്കെ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മൂസിനക്ക് വളരെ സംശയം വന്നു തുടങ്ങി. പടച്ചോനെ, എന്താണ് റബ്ബേ ഇതൊക്കെ? കാരണം ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ പോകുന്നത്. എല്ലാവരും കണക്കാണ്. ആകെ ഒരു തരം, എല്ലാവരും ഒരു തരം ആളുകളാണ്. അതിലൊരുത്തനുണ്ട് കുറച്ച് നല്ല സ്വഭാവമുള്ള ഒരുത്തൻ. ആ ആളുണ്ടോ എന്നാവോ. അയാളുണ്ടെങ്കിൽ കുറച്ച് സമാധാനമായേനെ. മൂസിന, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? വേഗം ഫ്രഷ് ആവ്. എന്താണിത്? ആ ഇക്ക, ഇതാ വരുന്നു. മൂസിനക്ക് പ്ലേറ്റിലിട്ട് വെച്ച ചോറ് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ വാരി തിന്നു. അല്ല ഇക്ക, നമ്മളിന്ന് പോയാൽ ഉമ്മ അവിടെ ഒറ്റക്കാവില്ലേ? ഇന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തുക? ഇന്നൊന്നും വരൂല, നാളെ മറ്റന്നാളെ വരുള്ളൂ. അത് ശരിയാവില്ലല്ലോ അക്ക. ഉമ്മ ഒറ്റക്കാവില്ല ഇവിടെ. നിങ്ങളെ ജ്യേഷ്ഠനും ഇവിടെ ഇല്ല, അനിയനും ഇല്ല, പെങ്ങളും ഇല്ല. നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഉമ്മനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നമ്മൾ ടൂറ് പോവേ? അതിനിപ്പോൾ എന്താ കുഴപ്പം? ഉമ്മക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഉമ്മ ഇവിടെ ഒറ്റക്ക് നിന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? നമുക്ക് ടൂറ് പോകാൻ വേണ്ടി പ്രായമായ ഉമ്മനെ ഇവിടെ ഒറ്റക്കാക്കി പോവുകയാണോ നമ്മൾ? ആ, എന്നാൽ വേണമെങ്കിൽ അസ്നനറ്റെ വിളിക്കാം ഉമ്മൻ്റെ കൂടെ നിൽക്കാൻ. അത് വേണ്ടക്ക, ഓരൊന്നും വരൂല. പ്രത്യേകിച്ച് ഉമ്മൻ്റെ കൂടെ നിൽക്കാനെന്ന് പറഞ്ഞാൽ തീരെ വരൂല. ഓരൊക്കെ എന്ന് പോവല്ലേ ഉള്ളൂ, നിൽക്കാനൊന്നും വരൂലല്ലോ ഇക്ക. എന്നോട് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി, നീ ഇങ്ങോട്ട് പറയാൻ വരണ്ട. അത് കേട്ടപ്പോൾ ഉമ്മ ഒരു നിമിഷം ആലോചിച്ചു. പടച്ചോനെ, ശരിയാണല്ലോ ഇവർ പറയുന്നത്. ഇവരെല്ലാവരും പോയാൽ ഞാൻ ഒറ്റക്കാവുമല്ലോ ഇവിടെ. ആ അമ്മ, നിങ്ങളെ അന്യത്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളിട്ടമ്മ, ഞങ്ങൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട്. മോനെ, അതൊന്നും വേണ്ട മോനെ, ഞാനിവിടെ നിന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ആയാൽ ഞങ്ങൾ ടൂറ് പോയിട്ടാണ് ആയത് എന്ന് പറഞ്ഞുണ്ടാക്കും. അതൊന്നും വേണ്ട. ഏതായാലും നിങ്ങളെ വലിയ മോനും മരുമോളൊന്നും നിങ്ങളെ നോക്കാൻ വരുന്നില്ല. ഒരു മോളുണ്ട്, ഓളെ കാര്യം പിന്നെ പറയേ വേണ്ട. ഞങ്ങൾക്ക് മാത്രമാണോ നിങ്ങളെ നോക്കാനുള്ള ഡ്യൂട്ടി ഉള്ളത്? അത് കേട്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടം വന്നു. ഇക്ക, എന്തൊക്കെയാണ് ഉമ്മാനോട് ഈ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയുന്നത്? പ്രായമായ